നമസ്കാരം. ഒരൊറ്റ പ്രണയത്തിനു വേണ്ടി വേഴാമ്പലിനെ പോലെ വെമ്പി നിൽക്കുന്നവരാണോ നിങ്ങൾ? ഒരു കാമുകനെയോ കാമുകിയോ കിട്ടാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ? പ്രണയിക്കാൻ ഇഷ്ടമുള്ളൊരു മലയാളിയാണോ നിങ്ങൾ? എങ്കിൽ ഇവിടെ ഇങ്ങനെ വായി നോക്കി ഇരുന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ പോവുക. അരികെ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്തൊരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വെമ്പലും മുട്ടലും കൊതിയും ഒക്കെ മാറിക്കിട്ടും. പിന്നെ പ്രണയത്തോടുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹം തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതെ ആയിക്കോളും. ഇത് ഞാനല്ല കേട്ടോ പറഞ്ഞത്, നമ്മുടെ മലയാള സിനിമയിൽ അഭിനയിക്കുന്ന കുറെ ചേച്ചിമാരുണ്ടല്ലോ, ആ ചേച്ചിമാരാണ് ഇതൊക്കെ പറഞ്ഞത്. ഏതായാലും നമുക്ക് ആ ചേച്ചിമാർ പറഞ്ഞത് ഒന്ന് കണ്ടു നോക്കാം. അരികെ 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 ജെനുവിൻ മലയാളീസ് ആയിട്ട് കണക്ട് ചെയ്യാനും പ്രണയം കണ്ടെത്താനും ഒരു ചായയും പരിപ്പോടെയൊക്കെ ഇരുന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾക്കൊരു കൂട്ട് വേണ്ടേ? അപ്പൊ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? പോയി ഡൗൺലോഡ് ചെയ്യും പിള്ളേരെ. അരികെ എന്ന ഡേറ്റിംഗ് ആപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? നമ്മൾ മലയാളികൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഡിസൈൻ ചെയ്ത ആപ്പാണ് അരികെ. ഇനി മലയാളിയാണോ എന്ന് ചോദിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നേരെ അങ്ങോട്ട് നാട്ടിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ മതി. കാരണം റിയൽ ആൻഡ് മീനിങ്ഫുൾ റിലേഷൻഷിപ്പ് തേടുന്ന മലയാളികളുടെ കമ്മ്യൂണിറ്റി. പ്രണയിക്കാൻ താല്പര്യമുള്ള ഒരു മലയാളിയാണോ എന്നാ കേട്ടോ, അരികെ എന്ന എത്ര അർത്ഥവത്തുള്ള കാര്യങ്ങളാണ് ചേച്ചിമാർ പറയുന്നത്. നിങ്ങളൊന്ന് നോക്കിക്കേ. ചേച്ചിമാർക്ക് ഇപ്പം സിനിമയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അഭിനയം നിർത്തിയിട്ട് ഇപ്പം ചേച്ചിമാർ കൂട്ടത്തോടെ ഇറങ്ങിയേക്കാണ് മലയാളികളെ പ്രണയിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രേമിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങിയേക്കാണ്. നല്ല പരസ്യത്തിലാണ് ഇവളുമാരൊക്കെ അഭിനയിച്ചേക്കുന്നത്. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ അഭിനയിച്ചേക്കുന്ന ചേച്ചിമാരൊക്കെ തന്നെ സിംഗിൾസ് ആണ്. സിംഗിൾ ആയിട്ടുള്ള ചേച്ചിമാരെ വെച്ചിട്ടാണ് മെയിൻ ആയിട്ട് ഈ പരസ്യം ചെയ്യുന്നത്. എങ്കിലല്ലേ പബ്ലിസിറ്റി കിട്ടത്തുള്ളൂ. ചില പൊട്ടന്മാര് ഈ ചേച്ചിമാരൊക്കെ അരികെ ആപ്പിൽ ഉണ്ട് എന്ന് വിശ്വസിച്ച് അരികെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കുറെ കിട്ടും, അങ്ങോട്ട് പോയി സെർച്ച് ചെയ്ത് നോക്ക്. അരികെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവർ ജസ്റ്റ് നിങ്ങൾ ഇവരുടെ ആരുടെയെങ്കിലും ഒരു പേര് സെർച്ച് ചെയ്ത് നോക്ക്, ഇവരെ കിട്ടും. ഇവരുടെ അക്കൗണ്ട് കാണാനും സാധിക്കും. കുറെ കിട്ടും. പിന്നെ ചേച്ചിമാർക്ക് അതിനകത്ത് കയറിയിരിക്കില്ലല്ലേ പണി. ചേച്ചിമാര് ഈ പരസ്യവും ചെയ്ത് പണവും വാങ്ങിച്ച് പൊടിയും തട്ടി പോവും. അവസാനം ചേച്ചിമാരുടെ വാക്ക് വിശ്വസിച്ച് അതിനകത്ത് കയറിയവർക്ക് എല്ലാം നഷ്ടപ്പെടും. കാരണം ഒരുപാട് ആൾക്കാര് അതിനകത്ത് ചതിക്കുഴിയുമായിട്ട് വല വിരിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ആ വാർത്ത കേൾപ്പിച്ചു തരാം. ലണ്ടനിലെ സൗത്ത് ക്രോഡേണയിലുള്ള മലയാളി യുവാവ് ടോം തോമസിന്റെ ചതിയുടെ കഥ. യുവജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായ അരികെ എന്ന ഡേറ്റിംഗ് ആപ്പ് വഴി യുവതികൾക്ക് കെണിയൊരുക്കിയാണ് ടോം തോമസ് എന്നും യുവതികൾക്കിടയിൽ ഇച്ചായൻ എന്നും അറിയപ്പെടുന്ന ഈ മാന്യൻ ചതിക്കുഴി ഒരുക്കുന്നത്. വിവാഹം കഴിച്ച് കൗമാരക്കാരായ 2 കുട്ടികളുള്ള ഇയാൾ ഭാര്യയെ ഒഴിവാക്കിയെന്നും കുട്ടികൾക്ക് ഒരു അമ്മയുടെ സംരക്ഷണം ആവശ്യമാണെന്നും പറഞ്ഞാണ് അവിവാഹിതകളെയും വിവാഹമോചനം നേടിയതുമായ യുവതികളെ വശത്താക്കുന്നത്. സ്ഥിരവരുമാനമുള്ള ജോലിയുള്ള യുവതികളെയാണ് ഇയാൾ കൂടുതലായും ടാർഗറ്റ് ചെയ്യുന്നത്. ടോം എന്ന വ്യാജകാമുകൻ വഴി ഇതിനകം ഡേറ്റിംഗ് ആപ്പിലൂടെ മാത്രം 1/2 ഡസൻ മലയാളികളെങ്കിലും ഇയാളുടെ വലയിലായി എന്നാണ് ലഭിക്കുന്ന വിവരം. ഇയാളുടെ ചതി വെളിപ്പെടുത്തി മഞ്ജു യാദവ് എന്ന യുവതി ബ്രിട്ടീഷ് മലയാളിയെ ബന്ധപ്പെട്ടിട്ട് 1 മാസത്തിലേറെ ആയെങ്കിലും ഇയാൾക്ക് പണം തിരികെ നൽകാനുള്ള സാവകാശം നൽകുന്നുവെന്നും അറിയിച്ചതിനെ തുടർന്ന് മഞ്ജു പലവട്ടം ഇയാൾക്ക് തൻ്റെ പണം മടക്കി ചോദിച്ച സന്ദേശങ്ങൾ അയച്ചിരുന്നു. പല മെസ്സേജുകൾക്കും അവധി ചോദിച്ച് മുങ്ങിയ ടോം അടുത്തിടെയായി ഒരു മെസ്സേജിന് മറുപടി നൽകിയില്ല. ഇതോടെ തൻ്റെ പണം എന്നേക്കുമായി നഷ്ടമായെന്ന് മഞ്ജു തിരിച്ചറിയുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ ഏതാനും വർഷമായി ഇയാൾ നടത്തിയ ചതിക്കണി വഴി 1/2 ഡസൻ മലയാളി യുവതികളെങ്കിലും ഇയാളുമായി ശരീരം പങ്കിടാൻ തയ്യാറാകുകയും ആയിരക്കണക്കിന് പൗണ്ട് ഇയാൾക്ക് നൽകിയതായും മഞ്ജുവിന്റെ പക്കൽ തെളിവുകളുണ്ട്. ടോം മുഖ്യമായും കേട്ടല്ലോ, അരികെ എന്ന് പറയുന്ന ആപ്പിന്റെ ഗുണനിലവാരം എത്രത്തോളമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ തരികിട ഉണ്ടെന്നാണ് പറയുന്നത്. അവൻ ലണ്ടനിൽ പോയിരുന്നിട്ടാണ് തരികിട കാണിക്കുന്നത്, തട്ടിപ്പ് കാണിക്കുന്നത്. 2 മക്കളുള്ള വ്യക്തിയാണ്. ആ മക്കൾക്ക് അമ്മയെ തേടുന്നു എന്ന് പറഞ്ഞിട്ടാണ് അരികെ ആപ്പിൽ കയറിയിരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് കയറി വീഴാൻ വേണ്ടി കുറെ എണ്ണം നോക്കിയിരിക്കുകയാണ്. ലണ്ടനിലുള്ള കുറെ മലയാളി നേഴ്സുമാരാണ് ഇവന്റെ വലയിൽ വീണിട്ടുള്ളത്. അവരെ കല്യാണം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ചാറ്റ് ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് ഇവൻ തട്ടിയെടുത്തത്. ബാക്കി ആരും പരാതിപ്പെട്ടില്ല. പക്ഷെ മഞ്ജു എന്ന് പറയുന്ന ഒരു സ്ത്രീ മാത്രം പരാതിപ്പെട്ടതുകൊണ്ട് ഇവന്റെ കാര്യം പുറത്തേക്ക് വന്നു. ഇങ്ങനെ എത്രയെത്ര ടോമുമാർ കാണും, എത്രയെത്ര ബിരുദന്മാർ അതിനകത്ത് വല വിരിച്ച് നോക്കിയിരിപ്പുണ്ടാകും. സത്യത്തില് ഈ ആപ്പുകളുടെയൊക്കെ പരസ്യം ചെയ്യുന്ന ഈ ചേച്ചിമാരുണ്ടല്ലോ, ഈ അഭിനേത്രികൾ, അഹാന കൃഷ്ണയെ പോലെയുള്ള അഭിനേത്രികൾ, ഇവളുമാരെ വേണം ആദ്യം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ. ഇവളുമാർക്കറിയാം സമൂഹത്തിൽ നന്മയുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പരസ്യം ചെയ്തത് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു ആപ്പിന്റെ പ്രൊമോഷൻ അങ്ങോട്ട് കിട്ടുമ്പോഴേക്കും പൈസയും വാങ്ങിച്ചിട്ട് അങ്ങ് പരസ്യം ചെയ്തോളുവാണ്. അത് ജെനുവിൻ ആണോ എന്നൊന്നും ഇവളുമാർ നോക്കുന്നില്ല. എന്നിട്ട് ഇവളുമാരെന്താണ് പറയുന്നത്? അതിനകത്ത് ID വെരിഫിക്കേഷൻ ഉണ്ട്, കംപ്ലീറ്റ് സേഫ് ആണ്, മലയാളികൾക്ക് വേണ്ടിയിട്ട് മലയാളികൾ നിർമ്മിച്ച ഡേറ്റിംഗ് ആപ്പാണ്, അതുകൊണ്ട് സേഫ് ആയിരിക്കും, മലയാളികളെ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കത്തുള്ളൂ.
അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ചിലപ്പോൾ മലയാളികൾ മാത്രമൊന്നും ആയിരിക്കത്തില്ല, ഒരുപാട് ഉടായ്പകൾ ഇതിനകത്ത് കാണും. നല്ലതും കാണും, ഇല്ലെന്നൊന്നും പറയത്തില്ല. ഏതൊരു സ്ഥലത്ത് ഇരുന്നാലും നല്ലത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ചീത്തയായിരിക്കും. ID വെരിഫിക്കേഷനൊക്കെ നടത്താനാണോ ഇപ്പോൾ പ്രയാസം? ഈ കാലത്ത് ആർക്ക് വേണമെങ്കിലും എങ്ങനത്തെ വേണമെങ്കിലും ID ക്രിയേറ്റ് ചെയ്യാം. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. വലിയ വലിയ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ വരെ കണ്ണുവെട്ടിച്ച് ഓരോരോ ക്രിമിനൽസ് നടക്കുന്നു. പിന്നല്ലേ ഇതുപോലെയുള്ള ഉടായിപ്പ് ആപ്പുകൾ. ഇതിലൊന്നും വിശ്വസിക്കാതെ ഇരിക്കുക. ഒത്തിരി എണ്ണം ഇങ്ങനെ ചതിക്കുഴിയിൽ പോയി വീഴുന്നുണ്ട്. ചില ആണുങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് കൊണ്ട് കളയുന്നത്, ചില പെണ്ണുങ്ങളും. ഈ UK മലയാളി നേഴ്സുമാർ, അവർ ചുമ്മാതാണോ അവർക്ക് പൈസ കിട്ടുന്നത്? അവർ ജോലി ചെയ്തിട്ട് കിട്ടിയ പൈസയല്ലേ? അവർ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ ഓരോ തോമാർക്ക് കൊണ്ട് കൊടുക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു ഫാമിലി റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുക്കാം. കാരണം അവർ തമ്മിൽ ലീഗലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ അങ്ങനെ അല്ലാത്ത പക്ഷം എന്ത് വിശ്വസിച്ച് നിങ്ങൾ ഒരാൾക്ക് പൈസ കൊടുക്കും? വെറും ഒരു ഡേറ്റിംഗ് ആപ്പിൽ നിന്ന് മാത്രം പരിചയപ്പെട്ട ഒരാൾക്ക് എന്ത് വിശ്വസിച്ച് നിങ്ങൾ പൈസ കൊടുക്കും? വർഷങ്ങളോളം നേരിട്ട് പരിചയമുള്ള ആൾക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. അങ്ങനെയുള്ളവർ പോലും പൈസ വാങ്ങിച്ച് മുങ്ങി നമ്മളെ പറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വെറും ഒരു ഡേറ്റിംഗ് ആപ്പിൽ നിന്ന് മാത്രം പരിചയപ്പെട്ട ആൾക്കാർക്ക് പൈസ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ മണ്ടന്മാരാണോ? ഈ മഞ്ജു എന്ന് പറയുന്ന വ്യക്തി, ആ പുള്ളിക്കാരി ഇതിന് ലോൺ വരെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ ലോൺ എടുത്തു കൊടുക്കുന്നതിന് മുമ്പ് അവൻ പറഞ്ഞത് ലോൺ എടുത്തു കൊടുത്തില്ലെങ്കിൽ കല്യാണം നടക്കത്തില്ല. അങ്ങനെയുള്ളത് വേണ്ടാന്ന് വെക്കണം. അങ്ങ് മുട്ടി നിൽക്കുവാണോ നിനക്കൊക്കെ? ഇവന്മാർക്കൊക്കെ അങ്ങ് മുട്ടി നിൽക്കുവാണെന്ന് തോന്നി. ഇത്രയും ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സമൂഹം ഈ ലോകത്ത് വേറെയില്ല, മലയാളികളല്ലാതെ. അതിനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ ആപ്പുകളും കൂടെ അങ്ങ് ഇറങ്ങിയേക്കാണ്. അരികെ ആപ്പ്, ആ പേര് തന്നെ കേട്ടിട്ടില്ലേ? എന്തരികെ? അതിനു വേണ്ടിയിട്ട് പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഉടായിപ്പ് ചേച്ചിമാരും. ഈ അഹാന കൃഷ്ണയെ പോലെയുള്ളവർ, അവരൊക്കെ സമൂഹത്തിൽ നല്ല നിലയിലും വിലയിലും ഒക്കെ ജീവിക്കുന്ന സ്ത്രീകളാണ്. ഈ ആപ്പിൻ്റെ പ്രമോഷൻ ചെയ്ത, പരസ്യം ചെയ്ത എല്ലാ സ്ത്രീകളും, ഞാൻ ആദ്യം കാണിച്ച ആ ചേച്ചിമാരിൽ ഒതുങ്ങുന്നില്ല, കുറേ ചേച്ചിമാരിനി വേറെയുണ്ട്. ഈ ചേച്ചിമാരൊക്കെ തന്നെ ഇതിൻ്റെ പരസ്യം ചെയ്തവരാണ്. സാനിയ അയ്യപ്പൻ, അവരുടെ ഒന്നും പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല, ഈ പരസ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അവരും ഈ ഒരു ആപ്പിലുണ്ട് എന്നുണ്ടെങ്കിൽ വിഷയമില്ല, അവർക്കും വിശ്വാസമുള്ളതാണ്, അവരും വിശ്വസിച്ച് ഈ ഒരു ആപ്പിൻ്റെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവരില്ലല്ലോ. അവരെന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അവർക്ക് ഇതിനൊന്നും സമയമില്ല. അവരിങ്ങനെ ആപ്പിനകത്ത് കയറിയിരുന്ന്, അരികെ പോലുള്ള ഡേറ്റിംഗ് ആപ്പിനകത്ത് കയറിയിരുന്ന് അവർ ചുമ്മാ സമയം കളയുമല്ല. കാരണം അവരുടെ സമയത്തിനൊക്കെ വിലയുണ്ട്. നമ്മൾ പൊട്ടന്മാർ ഇവരുടെയൊക്കെ പരസ്യം കണ്ടിട്ട് ഈ ആപ്പിനകത്തൊക്കെ കയറിയിരിക്കും. നമ്മുടെ സമയവും പോവും, നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയും പോവും, അവസാനം മാനവും പോവും. പിന്നെ ആരുടെയെങ്കിലും എടുത്തു പോയി പരാതി കൊടുക്കാൻ പറ്റുമോ? പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിലനിൽക്കത്തില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയി പരാതി കൊടുക്കും? പ്രൂഫ് പോലും പലരുടെയിലും കാണത്തില്ല. പൈസ ഇട്ട് കൊടുത്തതിനും പൈസ എടുത്തു കൊടുത്തതിൻ്റെ ഒന്നും പ്രൂഫ് പോലും കാണത്തില്ല. ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ ലോൺ എടുത്തു കൊടുക്കുമ്പോൾ നമ്മുടെ പേരിലായിരിക്കും നമ്മൾ ലോൺ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അവസാനം ആ ബാധ്യത മുഴുവൻ നമ്മുടെ തലയിലാകും. ദയവ് ചെയ്തിട്ട് ഇത്തരം ഉടായ്പകളിലൊന്നും നിങ്ങൾ പോയി ചാടാതെ ഇരിക്കുക. ഇങ്ങനത്തെ ചേച്ചിമാർ പലതും പറയും. അവർ പൈസ വാങ്ങിച്ചിട്ടാണ് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ അവസാനം നമ്മുടെ മുണ്ടായിരിക്കും പറഞ്ഞു പോകുന്നത്. പിന്നെ എൻ്റെ മുണ്ട് പോയേ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല.